നമസ്കാരം, ഇത്തി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആദിനന്ദ് അഖിൽ. മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇരിട്ടി നഗരസഭാതല ശില്പശാല നടത്തി. നഗരസഭാ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ അവലോകനവും തുടർ പ്രവർത്തനങ്ങളും പുതുതായി ഏറ്റെടുക്കാനിരിക്കുന്ന പദ്ധതികളുടെ അവലോകനവും നടത്തി. അംഗങ്ങളെല്ലാവരും ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടായിരുന്നു പരിപാടിക്ക് തുടക്കം കുറിച്ചത്. പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. നഗരസഭാ വൈസ് ചെയർമാൻ PP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. കേരളം എന്ന പദ്ധതി വളരെ ശ്രമകരമായ പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിലയിലേക്കുള്ള ട്രെയിനെടുത്തുകൊണ്ട് വലിയ ശ്രമത്തിൽ വലിയ സമയവും അധ്വാനവും എല്ലാം ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ നിലയിലേക്കുള്ള ശ്രമമാണ് സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ ജില്ലയിൽ നമ്മുടെ നഗരസഭയിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നല്ല വശം, അതിൻ്റെ നല്ല റിസൾട്ട് ഒരു പരിധി വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നടത്തിയ പ്രവർത്തനങ്ങളാകെ ഒരു ഗുണവും ഫലവും ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയിലേക്ക് പൊതുവിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ആ നിലയിലേക്ക് അതിനെ നോക്കിക്കാണുന്ന മാലിന്യം നമ്മുടെ സമൂഹത്തിന് ദോഷം ചെയ്യുന്നതാണ്, അത് ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ടതാണ്, മാലിന്യമുക്തമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളോടും സഹകരിക്കേണ്ടതാണ് എന്ന നിലയിലേക്ക് വലിയൊരു വിഭാഗം ജനത നമ്മുടെ നഗരസഭയിൽ ഉൾപ്പെടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ജൈവ മാലിന്യവും അജൈവ മാലിന്യവും സംസ്കരിക്കാൻ ആവശ്യമായ നിലയിലേക്ക് അതിനോടൊപ്പം സഹകരിക്കുന്നതെല്ലാം ഭൂരിപക്ഷം കുടുംബങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ആളുകളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നിരന്തരമായ പ്രവർത്തനം നമ്മുടെ നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനം ലക്ഷ്യത്തിലെത്തിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ, ക്ലീൻ സിറ്റി മാനേജർ KV രാജീവൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അശോകൻ മാസ്റ്റർ, ജയപ്രകാശ് പന്തക്ക, K പത്മരാജൻ, PP സുകുമാരൻ, അനിൽകുമാർ പടിക്കൽ, രവീന്ദ്രൻ മുണ്ടയാടൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർ സംസാരിച്ചു.